സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കേരളക്കരയാകെ നടുങ്ങിപ്പോയ ഒരു കൊലപാതകം. പട്ടാപ്പകൽ അലുവ അതുൽ എന്ന കൊടും ക്രിമിനലിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടുറോട്ടിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്ന CCTV ദൃശ്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പോലീസിന്റെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണോ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ പ്രതിയായിട്ടുള്ള ഷിനോ പീറ്ററിന്റെ കുടുംബം ആരോപിക്കുന്നത്? അലുവ അതിൽ കൊലപാതകം നടന്ന് 24 മണിക്കൂറിനകമാണ് പോലീസ് വളരെ കൃത്യമായി പ്രതികളെ പിടികൂടുന്നത്. എന്നിട്ടും ഈ കേസ് ഇപ്പോൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം എന്തിനാണ്? ഒരുപക്ഷെ നാളിതുവരെയായിട്ടും 12ാം പ്രതിയായിട്ടുള്ള ഷിനോ പീറ്ററിന് ജാമ്യം ലഭിക്കാത്തതിലുള്ള പകയായിരിക്കുമോ? ഷിനോ പീറ്റർ 10ഓളം കേസുകളിലും 2ഓളം കാപ്പ കേസുകളിലും പ്രതിയാണ്. ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്തതിലുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ഈ കുടുംബത്തിന്റെ ശ്രമം തന്നെയാണെന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അലുവ അതിൽ കൊലക്കേസ് നടക്കുന്നതിൻ്റെ അന്നേ ദിവസം രാവിലെ വാളകത്തെ ക്രഷറിയിൽ ഈ പ്രതികൾ, ഈ ഗുണ്ടകളൊക്കെ തന്നെ ഒത്തുചേർന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ അദൃശ്യമാണ്. അപ്പോൾ സംഭവം നടന്ന് പ്രതിയായ 12ാം പ്രതിയായിട്ടുള്ള ഷിനോ പീറ്ററിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ 70 ദിവസങ്ങൾക്ക് ശേഷം ആരാണ്, എന്തിനാണ് ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്? ഏതായാലും മാധ്യമങ്ങളെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിച്ച് കേസ് അട്ടിമറിക്കാനും ഒതുക്കി തീർക്കാനുമുള്ള ശ്രമം തന്നെയാണ് ഇതെന്നുള്ളത് പകൽ പോലെ വ്യക്തം.